ഹലോ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ ബെഡ്റൂം കാണേണ്ടത് ഇതാണ്. പപ്പയുടെ ബെഡ്റൂമാണ് എൻ്റെ ഇപ്പത്തായിട്ട് എടുക്കുന്നത്. ഇതെൻ്റെ ക്രോഷി ബാഗാണ്. എൻ്റെ മൊത്തം ക്രോഷീസാണ്. ഇതാണ് എൻ്റെ സ്വന്തം ബെഡ്. ഈ ബെഡ് നോർമൽ ബെഡാണ്, പക്ഷെ ഇത് മടക്കി വെക്കാം. അതാണ് എൻ്റെ പ്രശ്നമല്ല, ഗുഡ് നൈസ്. ആൻഡ് ഇത് നല്ല കോട്ടൺ ആയിട്ടുള്ള തുണിയാണ്, നല്ല സോഫ്റ്റാണ്. അത് കാരണം എടുത്തിട്ടാണത്. ഇതെൻ്റെ ഡോൾ, മറ്റേ പാമ്പേഴ്സിലുണ്ടായിരുന്ന അതുപോലെയുണ്ട്. എനിക്ക് ഈ ലുക്കൊക്കെ കണ്ടിട്ട്, ഇതിൻ്റെ മുടിയൊക്കെ കണ്ടിട്ട് അതാണ് ലുക്ക് തോന്നിയത്. പിന്നെ ഞാൻ വെറുതെ ഇരുന്നതിനകത്ത് ക്ലേസ് ഉണ്ടാക്കിയിട്ട്, പിന്നെ എൻ്റെ 2 പേഴ്സണൽ ഡയറീസ് ഉണ്ട്, പിന്നെ ഒരു സ്കെച്ച് ബോക്സ്. ഇതിൻ്റെ റേറ്റ് 110 രൂപയാണ്. ഇത് ക്ലേ ആണ് കേട്ടോ. ഇത് മീഷോയിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതൊരു വീഡിയോ പറയുന്നതാണ്. മീഷോയിൽ അവൈലബിൾ ആണ്. 4 സെറ്റ് 110. ഇത് ഞാൻ ഉണ്ടാക്കി ക്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സൺഫ്ലവർ ആണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഇന്നുണ്ടാക്കിയത് ചെറിയൊരു പൂ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഞാൻ ക്രോഷ് ചെയ്യാറുണ്ടെന്ന്. ക്രോഷ് വെക്കാം. ഞാൻ എന്തൊക്കെ ചെയ്തോണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്ത് നോക്കാൻ കൂട്ടുകാർക്ക് കൊടുക്കാം. അതാണ് എൻ്റെ ഹോബി. അത് കാരണം വീട്ടിൽ ഒരു സാധനം പോലുമില്ല ഞാൻ ചെയ്തായിട്ട്. അതിൻ്റെ സങ്കടമൊക്കെ ചെയ്യുന്നു. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഇത്രയും പ്രൊഡക്റ്റീവാണ്. ഞാൻ ഒട്ടും പിടിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ എനിക്ക് ഇതുപോലെ എല്ലാം ഉണ്ടാവും. പിന്നെ ഇതും ഞാൻ ഉണ്ടാക്കിയതാണ്. എൻ്റെ ഈ പുതിയ എങ്ങനെയുണ്ട് കൊള്ളാം. എൻ്റെ കയ്യിലുള്ളത് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ 10 ഉണ്ടോ ക്രോഷി. എൻ്റെ കയ്യിൽ അത്രയും വലിയ കളേഴ്സ് ഇല്ല. കുറച്ചും കോഡ് പാക്കറ്റ്സ്. ഇതാണത് ഹുക്ക്. പത്തിൻ്റെ സീനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ക്രോഷ് ചെയ്യാറുള്ളത്. പിന്നെ സാധാരണ എല്ലാവരും കയറിണ്ടാകുന്ന സീസർ അതുകൊണ്ട് അവൈലബിളാണ്. നിറച്ചും കളേഴ്സ് ഉണ്ട് അതിനകത്ത്. ഞാനിപ്പോൾ ഒരു സംഭവം ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ആണ് 2 ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.